മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് യോഗം ചേരും. യോഗത്തിന് ശേഷം മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കും. നിലവിൽ ഐസിയുവിൽ തുടരുകയാണ് വി എസ് അച്യുതാനന്ദൻ. ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി. ഷിജോ, വി എസിന്റെ ആരോഗ്യനില എന്ന് പറയുന്നത് ഇപ്പോഴും ശരിയാവണ്ണം പുരോഗമിച്ചിട്ടില്ല, ഇപ്പോഴും ആശങ്കാജനകമായി തുടരുകയാണ് എന്നാണോ? ആശുപത്രി അധികൃതർ വിവരം നൽകുന്നില്ല. അതേസമയം ഇന്നലെ രാവിലെ ആശുപത്രിയിൽ കൊണ്ടുവന്ന വി എസ് അച്യുതാനന്ദൻ ഇപ്പോഴും ഐസിയുവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി ചികിത്സയിൽ കഴിയുകയാണ്. ആരോഗ്യനില സംബന്ധിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള എന്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ചെന്നുള്ള കാര്യങ്ങൾ മെഡിക്കൽ ബോർഡ് യോഗം ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ ബോർഡ് ചേർന്നതിന് ശേഷം മെഡിക്കൽ ബുള്ളറ്റിനായിട്ട് ഇറക്കാം എന്നുള്ള കാര്യം ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെയാണ് വി എസിനെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ആശുപത്രിയിൽ കൊണ്ടുവന്നതിന് പിന്നാലെ വി എസിന് ഹൃദയാഘാതം ഉണ്ടാവുകയാണ് ചെയ്തത്. അതിനുശേഷം ഡോക്ടർമാർ കൃത്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ, വിദഗ്ധമായിട്ടുള്ള ചികിത്സാ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് വി എസിനെ ഇപ്പോൾ പരിചരിച്ചു വരികയാണ്. വി എസിന്റെ ആദ്യം കൊണ്ടുവന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ടുണ്ട് എന്നൊരു കാര്യങ്ങൾ ഇന്നലെ തന്നെ ഡോക്ടർമാർ അറിയിച്ചിരുന്നു. മരുന്നുകളോട് വി എസ് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രായം കണക്കിലെടുത്തുകൊണ്ട് തീവ്രമായിട്ടുള്ള ചികിത്സാ രീതികൾ തന്നെയാണ് ആശുപത്രി അധികൃതർ നൽകി വരുന്നത്. പക്ഷേ കുടുംബം പറയുന്നത് എല്ലാ കാര്യങ്ങളും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. എന്തായാലും മെഡിക്കൽ ബുള്ളറ്റിൻ 11 മണിയോടുകൂടി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ വി എസിനെ കാണാനായിട്ട് SUT ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ, മെഡിക്കൽ ബുള്ളറ്റിൻ വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ ആശുപത്രി അധികൃതരും വിവരം പങ്കുവെക്കുകയുള്ളൂ. നിലവിൽ ഇന്നലെ രാവിലെ ആശുപത്രിയിൽ കൊണ്ടുവന്ന വി എസ് അച്യുതാനന്ദൻ തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി ചികിത്സയിൽ കഴിയുകയാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസവും, അതായത് മിനിഞ്ഞാന്നും ദിനേനയുള്ള ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ആശുപത്രിയിൽ കൊണ്ടുവന്നതാണ്. ആശുപത്രിയിൽ കൊണ്ടുവന്ന് എല്ലാ ചെക്കപ്പും കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു. പക്ഷേ ഇന്നലെ രാവിലെ അദ്ദേഹത്തിന് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു. തൊട്ടു പിന്നാലെ ഹൃദയാഘാതം ഉണ്ടാകുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള വേരിയേഷൻ ECGയിൽ ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ കൊണ്ടുവന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അവസ്ഥയിൽ അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആശുപത്രി അധികൃതർ വിവരം പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ള കാര്യത്തെക്കുറിച്ച് മെഡിക്കൽ ബുള്ളറ്റിലൂടെ ആശുപത്രി അധികൃതർ ഇന്നലെ വിവരം പറഞ്ഞിരുന്നില്ല. കുടുംബത്തിന്റെ ആവശ്യപ്രകാരം, അല്ലെങ്കിൽ കുടുംബം അഭ്യർത്ഥിച്ചിരുന്നു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കേണ്ടതില്ല എന്നുള്ള കാര്യം ഇന്നലെ കുടുംബം ആശുപത്രി അധികൃതരെ അറിയിച്ചിരുന്നു. അതുപ്രകാരമാണ് ഇന്നലെ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കാതിരുന്നത്. എന്തായാലും ഇന്നിപ്പോൾ 11 മണിയോടുകൂടി മെഡിക്കൽ ബുള്ളറ്റിൻ വരും. ഇപ്പോൾ മെഡിക്കൽ ബോർഡ് യോഗം ചേരുകയാണ്. അതിനുശേഷമായിരിക്കും മെഡിക്കൽ ബുള്ളറ്റിൻ വരിക. എന്തായാലും നിലവിൽ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമില്ല, വി എസിന്റെ ആരോഗ്യനില സംബന്ധിച്ചുകൊണ്ട് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ള കാര്യം തന്നെയാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. വി എസ് അച്യുതാനന്ദൻ ആശുപത്രിയിൽ തുടരുകയാണ്. ICUവിലാണ് അദ്ദേഹം ഉള്ളത്.